നമുക്ക് 2 കപ്പ് അളവിൽ റവ ഒരു ഉണങ്ങിയ മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ ഒഴിക്കരുത്, 1 ടേബിൾ സ്പൂണേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ആദ്യം നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അല്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യം തിക്കായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. റവ ആയതുകൊണ്ട് അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവാൻ സാരമില്ല, സൂക്ഷിച്ചൊന്ന് പരത്തിയെടുത്താൽ മതിയേ. ഇനി നമ്മുടെ കുപ്പിയുടെ അടപ്പില്ലേ, ഇതുപോലത്തെ അടപ്പ് വെച്ചിട്ട് നമുക്കത് ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ. നമ്മളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓയിലിട്ട് വറുത്ത് പോരാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം നല്ല പോലെ ഇങ്ങനെ കൊമളച്ച് പൊങ്ങി വരുവേ. നിറമൊക്കെ മാറി റെഡി ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചാട്ട് മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചാട്ട് മസാലയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല എണ്ണയിലൊക്കെ ചെയ്തെടുക്കുന്നതല്ലേ, നല്ലൊരു ടേസ്റ്റാണ്. നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം ഇതൊരു ടിന്നിലേക്ക് മാറ്റി വെച്ചാൽ മതി. നല്ല ക്രിസ്പി ആട്ടോ, ഇതുണ്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനും.